ഓക്കെ ഗായ്സ്, ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല നമ്മുടെ ജാക്കുകളൊക്കെ രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. എണീറ്റിട്ട് എന്തായാലും ഇവിടെ എന്നാലും ബോറടിച്ചാലൊക്കെ നിൽക്കുകയാണ് കേട്ടാ. ഇന്ന് പ്രത്യേകിച്ച് വേറെ പണിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തായാലും ബോറടിച്ചാലൊക്കെ നിൽക്കുകയാണ് കേട്ടാ. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഗൈസ് നമ്മുടെ ജാക്കുകളൊക്കെ എന്തായാലും ആലോചിച്ചുകൊണ്ട് നിൽക്കണമെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്, വെറൈറ്റി ആയിട്ടൊക്കെ. പിന്നെ നമ്മുടെ ജാക്കിൻ്റെ ചേട്ടനായ ജെയിംസ് ഏട്ടനില്ലേ, ഓക്കെ ജെയിംസ് ഏട്ടനുകളൊക്കെ ഇവിടെ ഇല്ല കേട്ടാ. ജെയിംസ് ഏട്ടൻ നമ്മുടെ ഒറ്റ ഫ്രാങ്ക്ലിൻ ഇല്ലേ, ഫ്രാങ്ക്ലിൻ ഓക്കെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലുള്ള ഫ്രാങ്ക്ലിൻ ഇല്ലേ, ഫ്രാങ്ക്ലിൻ ഓക്കെ ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിലൊക്കെ പോയിട്ടാ. എന്തൊരു അത്യാവശ്യത്തിനായിട്ട് ഫ്രാങ്ക്ലിൻ്റെ ആ ഒരു സിറ്റിയിലോട്ട് പോയി ഗൈസ്. ഓക്കെ അതുകൊണ്ട് നമ്മുടെ ജാക്കുകളൊക്കെ ഇവിടെ എന്തായാലും ഒറ്റയ്ക്ക് കളക്കാണ് കേട്ടാ. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം എന്ന് വെച്ചാൽ കേട്ടോ. നമുക്കിപ്പോൾ നേരെ വീടിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഓക്കെ ഗൈസ്, എനിക്കൊരു ഫോൺ കോൾ കണക്ക് പറഞ്ഞുകൊണ്ട് ഇത് ആരാണ്. ഓക്കെ ഓക്കെ ഇത് നമ്മുടെ ഷോറൂമിൻ്റെ മാനേജറാണല്ലോ. ഓക്കെ ഇയാളിപ്പോൾ എന്തിനാണ് ഇപ്പോൾ വിളിക്കണത് എന്തൊക്കെ അതറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഫോണുകളൊക്കെ എന്തായാലും എടുത്തു നോക്കാം കേട്ടോ. ഷോറൂം മാനേജറെ, നിങ്ങളിപ്പോൾ എന്താ എന്നെ വിളിച്ചത്? എടാ ജാക്കി, എനിക്കാണെങ്കിലല്ലേ ഒരു ഇൻഫർമേഷനുകളൊക്കെ കിട്ടിയേട്ടാ. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാലില്ലേ, നമ്മുടെ സിറ്റിയിലുകളൊക്കെ അല്ലേ എയർപോർട്ടുണ്ടല്ലോ, എയർപോർട്ടിലുകളൊക്കെ അല്ലേ ഒരു സ്വിഫ്റ്റുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടാ. സ്വിഫ്റ്റ് ഒരു സ്വിഫ്റ്റില്ല, അത് നോർമലായിട്ടുള്ളൊരു സ്വിഫ്റ്റ് അല്ല കേട്ടാ. അത് കാണുമ്പോൾ നോർമലായിട്ടുള്ളൊരു സ്വിഫ്റ്റ് പോലെ തോന്നും, പക്ഷേ ആ ഒരു സ്വിഫ്റ്റിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഗോൾഡാണ്, ഇഷ്ടം പോലെ ഗോൾഡ്. ഇഷ്ടംപോലെ ഗോൾഡ് ആടാ ജാക്കിയെ. ആ ഒരു സ്വിഫ്റ്റിൻ്റെ അടിയിൽ, ആ ഒരു എൻജിൻ്റെയൊക്കെ അടിയിലായിട്ട് ഒരു വലിയൊരു ഗോൾഡ് വെക്കാനുള്ളൊരു ഏരിയകളൊക്കെ എന്തായാലും സെറ്റ് ചെയ്തിട്ടെന്തായാലും ഉണ്ട് കേട്ടാ. അവിടെ ഇഷ്ടം പോലെ ഗോൾഡുകളൊക്കെയാണ് കേട്ടോ ഇരിക്കണമെന്ന് വെച്ചാൽ. അപ്പം നീ ഇപ്പം എനിക്ക് ആ ഒരു വണ്ടികളൊക്കെ അടിച്ചു മാറ്റി തരുമോ? എന്നിട്ട് ഞാൻ ആ ഒരു ഗോൾഡ് എടുത്തിട്ട് നിനക്ക് കാറ് മാത്രം തരാം. എന്നിട്ട് നിനക്ക് അതിന് പകരം ഞാൻ ഇഷ്ടം പോലെ ക്യാഷുകളൊക്കെ തരാം കേട്ടോ. ഏകദേശം 400 മില്യൺ വരെയുള്ള ഗോൾഡാണ് ആ ഒരു വണ്ടിയുടെ എൻജിൻ്റെ അടിയിലിരിക്കണം. ചേട്ടാ ഷോറൂം മാനേജറെ, നിങ്ങളപ്പോൾ കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ ഇപ്പോൾ തന്നെ എന്തായാലും ആ ഒരു വണ്ടി അടിച്ചാരി കൊണ്ടുവരാം കേട്ടാ. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മുടെ സിറ്റിയിലല്ലേ എയർപോർട്ടുണ്ടല്ലോ, ഓക്കെ എയർപോർട്ടിൽ കണക്കെ അല്ലേ അതൊരു വണ്ടികളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാലല്ലേ സ്വിഫ്റ്റാണ് കേട്ടോ. എയർപോർട്ടിലുള്ള ആ ഒരു സ്വിഫ്റ്റിൻ്റെ എൻജിൻ്റെ അടിയിലായിട്ട് ആ സൈഡിലായിട്ട് ഇഷ്ടം പോലെ ഗോൾഡുകളൊക്കെ എന്നാണ് കേസ് നമ്മുടെ ഈ ഒരു മാനേജറുകളൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഷോറൂം മാനേജറുകളാണ്. ഓക്കെ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം കേസ്. ഓക്കെ നമുക്കെന്തായാലും ആ ഒരു സ്വിഫ്റ്റുകളൊക്കെ നൈസർ അടിച്ചു തരാം കേട്ടോ. അതിനായിട്ടില്ലേ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓളിന് നമ്മുടെ ഇവിടെ പോകണം കേട്ടോ. എൻ്റെ പേരെന്തുകൊണ്ട് നമ്മുടെ എയർപോർട്ടിലൊക്കെ എന്തായാലും പോകണം കേട്ടോ. എയർപോർട്ടിൽ പോയിട്ടാണ് നമുക്ക് എന്തായാലും അത് അടിച്ചു മാറ്റാനായിട്ട്. ഓക്കെ നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു ഹണ്ടർ കൊണ്ട് നേരെ നമുക്ക് എന്തായാലും നമ്മുടെ എയർപോർട്ടിലോട്ട് എന്തായാലും പോകാം കേസ്. ഓക്കെ ഇവിടെ അപ്പോൾ നമ്മളെന്തായാലും എയർപോർട്ടിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഇവിടുത്തെ ഏതൊരു വെയർ ഹൗസിൻ്റെ അകത്താണ് കേസ് ആ ഒരു സ്വിഫ്റ്റ് അടക്കണമെന്നാണ് കേസ് ആ ഒരു ഷോറൂം മാനേജർ പറഞ്ഞത് കേട്ടാ. നമുക്കതെല്ലാം നോക്കി നോക്കാം. ഓക്കെ നമ്മളെന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഹണ്ടറാണൊക്കെ ഇവിടെ വെച്ചിട്ടെന്തായാലും ഉണ്ട് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഓരോ വെയർ ഹൗസ് നോക്കി നോക്കാം കേട്ടാ. ഒരു വണ്ടി അടക്കം നമ്മുടെ ആൾക്കാരോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരാനായിട്ട് ചാൻസുകളൊക്കെ എന്തായാലും കാണില്ല കേട്ടോ. ഓക്കെ നമുക്കെന്തായാലും ഈ വെയർ ഹൗസ് നോക്കട്ടെ, അതിൻ്റെ അകത്തൊന്നുമില്ല കേട്ടാ. ഇനിയിപ്പോൾ അയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണ്. ഓക്കെ ഇപ്പോൾ 2 വെയർ ഹൗസിൻ്റെ അകത്തും വണ്ടിയില്ല കേട്ടോ. അവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്, അവിടെ നോക്കി നോക്കാം. എൻ്റെ മോനെ കേസ് അവിടെ എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാരുകളൊക്കെ നിൽപ്പുണ്ട് കേട്ടാ. ആൾക്കാർ മാത്രമല്ല കേസ്. ഓക്കെ അവിടെയാണെങ്കിൽ ആ ഒരു സ്വിഫ്റ്റുകളൊക്കെ എന്തായാലും കിടപ്പ് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ നമുക്കെന്തായാലും അതിപ്പോൾ തന്നെ അടിച്ചു തരണം കേട്ടാ. എന്തായാലും ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ അടിച്ചു മാറ്റുമെന്നാണ് ആലോചിക്കണം ചേട്ടാ. നമ്മുടെ കയ്യിൽ പിന്നെ വെപ്പൺസുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ നമ്മുടെ കയ്യിൽ എല്ലാ വെപ്പൺസും എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ ഇപ്പം എന്താണ് ചെയ്യാൻ പോണെന്ന് നിങ്ങൾ കണ്ടോ കേസ്. ഓക്കെ എല്ലാത്തിനെ അടിച്ച് തീർക്കാനായിട്ട് പോവുകയാണ് കേട്ടാ. ഒരെണ്ണത്തിനെ ഞാൻ ബാക്കിയാക്കിയില്ല കേട്ടോ, വണ്ടിക്ക് ഡാമേജ് അറിയില്ല. ഓക്കെ നമുക്കെന്തായാലും എല്ലാ എണ്ണത്തിനെ അടിച്ച് തീർക്കാം കേട്ടോ. നമ്മളെപ്പോഴും കൈ വെച്ച് അടിച്ചാലിടണം. ഓക്കെ നമുക്കൊരു വെറൈറ്റിക്കായിട്ട് ഇവന്മാരെ ഗണ്ണ് വെച്ച് എന്തായാലും ഫയർ ചെയ്തൊന്നില്ല. എന്താ മൊടയാണോ? അല്ല പിന്നെ അവന്മാരെ ഗ്യാങ് ഒക്കെ ഉണ്ടോ ഒറ്റ അടിക്കാൻ എന്തായാലും തീർന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ പക്ഷെ ഒരു സീനുണ്ട്. ഓക്കെ നമുക്കാണെങ്കിലല്ലേ വാണ്ടർ ലെവല് കിട്ടി. വാണ്ടർ ലെവലിൽ പോയി. ഓക്കെ നല്ലൊരു കാര്യം ചെയ്യാം. നമുക്ക് നല്ലല്ലോ ഈ സ്വിഫ്റ്റ് കൊണ്ട് നേരെ ഇപ്പം ഞാൻ ആ ഒരു ഷോറൂം മാനേജറിൻ്റെ അവിടെ പോകട്ടെ. എന്നിട്ട് എൻ്റെ അടിയിലുള്ള ആ ഒരു ഗോൾഡില്ല അത് മൊത്തം അങ്ങ് ഊരാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് അങ്ങ് സ്വന്തമാക്കാൻ കഴിയും. ഓക്കെ ഷോറൂം മാനേജറെ, ഞാൻ എന്തായാലും ഇല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ എന്തായാലും ഇല്ല ആ ഒരു സ്വിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഇതാണ് കേട്ടോ ആ ഒരു സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടാ. അപ്പം ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ആ ഒരു ഗോൾഡുകളൊക്കെ എടുത്തോ കേട്ടാ. ടാങ്ക്യോടാ ജാക്കിയോ, ടാങ്ക്യോടാ.
ഞാൻ എന്തായാലും നേരത്തെ നിനക്ക് 400 മില്യൺ തരാമെന്നാണ് വിചാരിച്ചേട്ടാ. പക്ഷെ അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാമെന്ന് വിചാരിച്ചേ. ഞാനാണെങ്കിലല്ലേ നിനക്കൊരു $700 മില്യൺ പിന്നെ എൻ്റെ ഷോറൂമിലുള്ള ഒരു കാറും കൂടെ തരാം കേട്ടാ. ടാങ്ക് ചേട്ടാ, ടാങ്ക് മാനേജറേട്ടാ, താങ്ക് യു. പിന്നെ കൂടെ നീ ആ ഒരു സ്വിഫ്റ്റും കൂടെ എന്തായാലും എടുത്തോട്ടാ. ഗോൾഡ് മാത്രം മതി കേട്ടാ. ആ സ്വിഫ്റ്റ് അങ്ങ് നീ എടുത്തോട്ടാ. അതിൻ്റെ പകരമായിട്ട് ഞാൻ നിനക്ക് വേറൊരു കാറും അതേപോലെ തന്നെ പൈസ തരാം കേട്ടാ. ടാങ്ക് ചേട്ടാ. ഓക്കെ, ഇപ്പം എന്തായാലും ഈ ഒരു വണ്ടിയിലുള്ള എല്ലാ ഗോൾഡുകളൊക്കെ എന്തായാലും റിമൂവ് ചെയ്ത് എന്തായാലും ഉണ്ട് അടി എഞ്ചിൻ്റെ അടിയിലുള്ളതൊക്കെ. അതെല്ലാം മാറ്റിയതെല്ലാം അയാളെന്തായാലും ആ ഒരു ഗോൾഡുകളൊക്കെ എടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. നമുക്കെന്തായാലും ഇല്ലേ $700 മില്യൺ കിട്ടി, പിന്നെ ഈ കാറും കിട്ടി, പിന്നെ അതെല്ലാം ഒരു ഫോർച്യൂണറും കൂടെ നമുക്ക് എന്തായാലും തന്നു കേട്ടാ. അതെന്തായാലും അയാൾ നമ്മുടെ വീട്ടിലൊക്കെ ഡെലിവറികളൊക്കെ എന്തായാലും ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടാ. പക്ഷെ എൻ്റെ മോൻ നമുക്ക് ഒറ്റയടിക്ക് തന്നെ $700 മില്യൺ കിട്ടും കേട്ടാ. ഇതൊക്കെ വെച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റേട്ടാ. നമ്മുടെ ഹണ്ടർ പിന്നെ ഒരു എയർപോർട്ടിൽ ഇരിക്കുകയാണ് കേട്ടാ. അത് പിന്നെ എപ്പോഴും പോയെടുക്കാം കേട്ടോ. നമുക്കെന്തായാലും ഇല്ല ഒരു പുതിയൊരു സ്വിഫ്റ്റ് കിട്ടുക കേട്ടാ. ഇത് പിന്നെ നൈസ് സ്വിഫ്റ്റാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത് കേട്ടാ. ഇതിലായിട്ട് ആരെങ്കിലും ഉള്ള ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എന്നെ വിളിച്ചത് വീഡിയോസൊക്കെ അപ്പോഴും എന്നെ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ആവുന്നതാണ് കേട്ടാ. അതേപോലെ തന്നെ ഷെയർ കേട്ടാ. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുകളൊക്കെ ഫൈനലി എന്തായാലും 2K സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്തായാലും ഹിറ്റ് കിട്ടുന്നതെല്ലാം ഉണ്ട് കേട്ടാ. അതിൻ്റെ ഒരു സെലിബ്രേഷൻ വീഡിയോകളൊക്കെ എന്തായാലും നമ്മളെന്തായാലും വൈകിട്ട് എന്തായാലും കൊണ്ടുവരുന്നതാണ്. ഒരു കിഡിലെ വീഡിയോ ആണ്. എല്ലാവരും എന്തായാലും ആ ഒരു വീഡിയോകളൊക്കെ മാക്സിമം കാണാനായിട്ട് എന്തായാലും ശ്രമിക്കും. വൈകിട്ട് അല്ലെങ്കിൽ നാളെ എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് നമ്മളെന്തായാലും ഇടുന്നതാണ് കേട്ടോ. ഇന്നലെയാണ് നമ്മുടെ ചാനലുകളൊക്കെ ഫൈനലി 2K സബ്സ്ക്രൈബേഴ്സിനൊക്കെ അടിച്ചെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ് കേട്ടോ. എല്ലാവർക്കും ബിഗ് താങ്ക്സ്.